ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിലപ്പോഴൊക്കെ മക്കളെ കാണുമ്പോൾ മാതാക്കളെ ഓർമ്മ വരുന്ന സന്ദർഭങ്ങളുണ്ട്. കാരണം മാതാപിതാക്കളുടെ ചേഷ്ടകൾ, മാതാപിതാക്കളുടെ പ്രത്യേകതകൾ ഒക്കെ ഈ മക്കളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പറയാ, മാതാപിതാക്കളെ വാർത്തു വച്ചിരിക്കുകയാണ് മക്കളിൽ എന്നൊക്കെ. ചില മരിച്ച സന്ദർഭങ്ങളിൽ പറയാറുണ്ട്, ഇനി ഈ മാതാപിതാക്കൾ ജീവിക്കുക മക്കളിലൂടെയാണ്. അവരുടെ സ്നേഹവും കാരുണ്യവും ഒക്കെ ആ പൈതൃകമൊക്കെ കൊണ്ടുപോകേണ്ടത് ഈ മക്കൾ തന്നെയാണ്. ഇന്നത്തെ വചനഭാഗത്ത് ഈശോ നമ്മോട് പറയുക, പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. അതായത് പിതാവായ ദൈവത്തെ ലോകത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്നു എന്നൊക്കെ ഈശോ പറയുമ്പോൾ, ഇന്ന് ഈ നോമ്പ് കാലത്ത് നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഈശോയെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ കൽപ്പനകൾ നിവർത്തിക്കുന്നവർ, ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കുന്നവർ, ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ ഈശോയായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മളൊക്കെ. നമ്മെ കാണുന്നവൻ ഈശോയെ കാണുന്നത് പോലെ ആയിരിക്കണം. നമുക്ക് ഈശോയാകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ പ്രവൃത്തികളാണോ നാം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വാക്കും പ്രവൃത്തികളൊക്കെ മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.